Hey, welcome to Magnasaurus, where law meets clarity. Don't worry, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് നമ്മുടെ വെരി ഫസ്റ്റ് എപ്പിസോഡാണ്. സോ നമ്മൾ തുടങ്ങുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. വാട്ട് ഇസ് ടോട്ട്, അതായത് ടോട്ട് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് ടോട്ട്? ടോട്ട് എന്നത് ഒരു ലീഗൽ ടേമാണ്. ഇതൊരു സിവിൽ റോങ് ആണ്. അതായത് സിമ്പിൾ ഫോമിൽ പറയുകയാണെങ്കിൽ ടോട്ട് ഇസ് എ സിവിൽ റോങ്, നോട്ട് എ ക്രിമിനൽ ഒഫൻസ്. ഇനി ടോട്ട് എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. ടോട്ട് എന്ന വേർഡ് ലാറ്റിനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് ട്വിസ്റ്റഡ് ഓർ റോങ്. ടോട്ടിൻ്റെ മീനിങ് ട്വിസ്റ്റഡ് ഓർ റോങ്. അപ്പോൾ ടോട്ട് ഒരു സിവിൽ റോങ് ആണ്, ക്രിമിനൽ ഒഫൻസ് അല്ല. അത് ലാറ്റിനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അതിൻ്റെ മീനിങ് ട്വിസ്റ്റഡ് ഓർ റോങ് എന്നാണ്. അതായത് ഒരു പേഴ്സൺ വേറൊരു പേഴ്സൻ്റെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യണ സമയത്ത് അതിൻ്റെ ലീഗൽ കോൺസിക്വൻസിനെയാണ് ടോട്ട് എന്ന് പറയുന്നത്. ഒരു പേഴ്സൺ വേറൊരു പേഴ്സൻ്റെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലീഗൽ കോൺസിക്വൻസിനെയാണ് ടോട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇഫ് സമ്മൺ ഹാംസ് യു ഓർ വയലേറ്റ് യുവർ ലീഗൽ റൈറ്റ്, അതായത് ഒരാൾ നമ്മളെ ഹേർട്ട് ചെയ്താലോ നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്താലോ, ആൻഡ് ഇഫ് ദ ലോ ഗിവ്സ് യു എ വേ ടു ക്ലെയിം കോമ്പൻസേഷൻ ഓർ റെമഡി, അതായത് ലോ നമുക്ക് ഒരു വഴി കാണിച്ചു തരാണ്, വേ ടു ക്ലെയിം കോമ്പൻസേഷൻ ഓർ റെമഡി. കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനോ റെമഡിക്കോ ഉള്ള വേ ലോ ആണ് നമുക്ക് തരുന്നത്. അതിനെയാണ് ടോട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പേഴ്സൺ വേറൊരു പേഴ്സൻ്റെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ലീഗൽ കോൺസിക്വൻസ് ആണ് എന്താണ്? ടോട്ട്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക് നടക്കുകയാണ്. അതിൻ്റെ ഫ്ലോർ വെറ്റായിരിക്കും, പക്ഷെ നമുക്കറിയില്ല ആ ഫ്ലോർ വെറ്റാണ്. നമ്മളറിയാണ്ടാണ് ആ ഷോപ്പിലേക്ക് കയറി ചെല്ലേണ്ടത്. അപ്പോൾ വെറ്റാണ് ഫ്ലോർ എന്നുള്ളതിൻ്റെ സൈൻ ബോർഡൊന്നും അവിടെ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി അങ്ങോട്ട് നടന്ന് ചെന്ന് ആ വെറ്റായ ഫ്ലോറിൽ ചവിട്ടി നമ്മൾ സ്ലിപ്പായിട്ട് വീഴാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ആ ഓണറിനാണ്, ഷോപ്പ് ഓണറിനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ സൈൻ ബോർഡ് വെച്ചിട്ടില്ല. സൈൻ ബോർഡ് വെക്കാത്ത പക്ഷം നമുക്കറിയില്ല ഫ്ലോർ വെറ്റാണെന്നുള്ളത്. അപ്പോൾ അയാൾ ഇൻറ്റൻഷനലി അത് ചെയ്തതല്ലെങ്കിലും കെയർ എടുക്കാനുള്ള ഡ്യൂട്ടി അവിടെ അയാൾ കാണിച്ചില്ല. അത് ഒരു ടോട്ടാണ്. എസ്പെഷ്യലി നെഗ്ലിജൻസ്, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നെഗ്ലിജൻസ് ആണത്. കാരണം അയാളുടെ അശ്രദ്ധ കാരണമാണ് നമ്മൾ അറിയാഞ്ഞത് ഫ്ലോർ വെറ്റാന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കയറി ചെന്ന് സ്ലിപ്പായിട്ട് വീണത്. അപ്പോൾ അതൊരു ടോട്ടാണ്, നെഗ്ലിജൻസ് എന്നാണ് അതിന് പറയാം. ഇനി നമുക്ക് ഇതിനെന്താ ചെയ്യുക? കോർട്ടിൽ പോവാം, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം. ഇതുപോലത്തെ കേസസാണ് ടോട്ട് ലോ ഡീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് ടോട്ട് വെർസസ് ക്രൈം. ഇപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, റോങ് ആണെങ്കിൽ ക്രൈം അല്ല എന്ന് എന്താണ് പറയണതെന്നുള്ളത്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ക്രൈം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ എഫക്റ്റ് ചെയ്യണ റോങ് ആണ്, സൊസൈറ്റിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. അതായത് ഒരു ഹോൾ സൊസൈറ്റിക്ക് തന്നെ ഇഷ്യൂ ഉണ്ടാക്കണം, ഒരു ഹോൾ സൊസൈറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കണം ഒരു റോങ്ങിനെയാണ് ക്രൈം എന്ന് പറയുക. അതായത് സൊസൈറ്റിയിൽ നല്ല ഇമ്പാക്റ്റും എഫക്റ്റും ആ ഒരു ആക്ട് മൂലം ഉണ്ടാവും. അതിനെയാണ് സച്ച് ആക്ടിനെയാണ് എന്താണ് ക്രൈം എന്ന് പറയുക. പക്ഷെ ടോട്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റ്സിനെയാണ് വയലേറ്റ് ചെയ്യണത്. അതായത് ഒരു പേഴ്സൻ്റെ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയാം ടോട്ട്. സൊസൈറ്റിക്ക് ഉണ്ടാകുമ്പോൾ അതാണ് ക്രൈം. അപ്പോൾ ക്രൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എഫക്റ്റ് ഉണ്ടാകുന്ന റോങ് ആണ് ക്രൈം. ഇൻഡിവിജ്വലിൻ്റെ റൈറ്റിനെ വയലേറ്റ് ചെയ്യണ റോങ് ആണ് ടോട്ട്. ഇനി ക്രൈമിൽ നമുക്ക് പണിഷ്മെൻ്റ് ആണ് കിട്ടുക. ഇത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ക്രൈമിൽ പണിഷ്മെൻറ്റ് കിട്ടും, അതായത് ജയിൽ, ഫൈൻ, എക്സെട്ര. ഇനി ടോട്ടൽ കോമ്പൻസേഷൻ ആണ് കിട്ടുക. അപ്പോൾ കോർട്ട് ഓർഡർ ചെയ്യും, ഇഫ് യു ഹേർട്ട് ദിസ് പേഴ്സൺ യു പേ ദം. അങ്ങനെയാണ്. അതായത് നമ്മൾ ഒരു ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡാമേജ് ഒരു ഇൻഡിവിജ്വലിനോ അവരുടെ റൈറ്റിനെയോ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ ആണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആ ഡാമേജ് ക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ റെമഡി അങ്ങനത്തെയാണ് വരുന്നത്, അല്ലാണ്ട് പണിഷ്മെൻ്റ് ആയിരിക്കില്ല അത്. അപ്പോൾ ഒരു പേഴ്സണെ നമ്മൾ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പേ ചെയ്യുക. അതാണ് ടോട്ടിലെയും ക്രൈമിലെയും ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഹൂ ക്യാൻ ഫയൽ എ ടോട്ട് കേസ്. ആർക്കൊക്കെയാണ് ടോട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റുക? ഇപ്പോൾ ഒരു പേഴ്സൻ്റെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ അവർക്ക് ടോട്ട് കേസ് ഫയൽ ചെയ്യാം. ഇപ്പോൾ എനിക്ക് എൻ്റെ ലീഗൽ റൈറ്റ് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ടോട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ലാൻഡിലേക്ക് ഒരാൾ ട്രെസ്പാസ് ചെയ്താൽ, അതായത് ഒരാളുടെ ലാൻഡിലേക്ക് ട്രെസ്പാസ് ചെയ്താൽ അനധികൃതമായിട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് എൻ്റെ ലാൻഡിലേക്ക് ഒരാൾ കടക്കുകയാണെങ്കിൽ അതിന് നമ്മൾക്ക് ട്രെസ്പാസ് എന്ന് പറയാം. അപ്പോൾ എനിക്ക് ടോട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് ഡീഫെയിം ചെയ്യുകയാണെങ്കിൽ, അതായത് എൻ്റെ റെപ്യൂട്ടേഷൻ കളയണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ എന്നെക്കുറിച്ച് ഇല്ലാത്തതും
ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കുമ്പോൾ അതൊരു ഡീഫമേഷനായിട്ട് കണക്കാക്കാം. അപ്പോൾ എൻ്റെ ലീഗൽ റൈറ്റാണ് അവിടെ വയലേറ്റ് ചെയ്യുന്നത്, എൻ്റെ റെപ്യൂട്ടേഷനാണ് അവിടെ എനിക്ക് ലോസ് ആവുന്നത്. അപ്പോൾ അതൊരു ടോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ആരെങ്കിലും ലൗഡ് സ്പീക്കർ വെച്ചിട്ട് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, നോയ്സ് പൊല്യൂഷൻ അല്ല, ഒരു എന്താ പറയുക, നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ബേബീസൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്താ പറയുക ഫുൾ സൗണ്ടിൽ സ്പീക്കറിൽ പാട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു നോയ്സ് ഡിസ്റ്റർബൻസ് ആണല്ലോ. അപ്പോൾ അതും ഒരു എന്താ പറയുക ടോർട്ടാണ്. ഇനി ഇതൊക്കെ ടോർട്ട് കേസസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ടോർട്ടിൻ്റെ എയിം എന്താണ്, ടോർട്ട് ലോൻ്റെ എയിം എന്താണെന്നാണ് നോക്കുന്നത്. ഇനി ടോർട്ട് ലോൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ പ്രിവെൻറ്റ് ഹാം ആൻഡ് കോമ്പൻസേറ്റ് ദ വിക്ടിം. അതായത് ഹാംസ് പ്രിവെൻറ്റ് ചെയ്യണതും വിക്ടിമിന്, അതായത് ആരുടെ ലീഗൽ റൈറ്റാണോ വയലേറ്റ് ചെയ്തത് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ ആ ഹാം തടയുക, അതായത് ഉണ്ടായിട്ടുള്ള അതേപോലത്തെ ഹാം ഇനി തടയുക എന്നുള്ളതാണ് ഈ ടോർട്ട് ലോൻ്റെ മെയിൻ എയിം. ഇനി ഇത് പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല, ജസ്റ്റിസ് ആൻഡ് റെമഡി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് നീതിയും അതേപോലെ തന്നെ കോമ്പൻസേഷൻ, അതായത് നമ്മൾ അനുഭവിച്ച ആ ഒരു ഹാമിനും ആ ഒരു ഡാമേജിനും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ആ ഒരു ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ടോർട്ടിന് നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത്, അല്ലാണ്ട് പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല. ഇനി ടോർട്ട് ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു റെസ്പോൺസിബിൾ ബിഹേവിയറാണ് പ്രൊമോട്ട് ചെയ്യണത്. അതായത് ഞാൻ എൻ്റെ റൈറ്റ് എൻജോയ് ചെയ്യണതിൻ്റെ കൂടെ സൊസൈറ്റിയിൽ വേറൊരു പേഴ്സൻ്റെയും കൂടെ റൈറ്റിന് റെസ്പോൺസിബിൾ ആണെന്നാണ് ടോർട്ട് ലോ കൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാരണം മറ്റൊരാൾക്ക് കൂടെ ഫ്രീഡം നഷ്ടപ്പെടരുതെന്നുള്ള ഒരു തോട്ട്, ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ടോർട്ട് ലോ നമ്മുടെ സൊസൈറ്റിയിൽ എന്താ പറയുക ഉണ്ടാക്കണത്. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവേഴ്സ് ഡ്രൈവ് ചെയ്യണ സമയത്ത് കെയർഫുള്ളായിട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുക. അതായത് എനിക്ക് എൻ്റെ വണ്ടി ഓടിക്കണതിൻ്റെ കൂടെ അപ്പുറത്തുനിന്ന് വരുന്ന പെഡസ്ട്രിയനോട് ഞാൻ റെസ്പോൺസിബിളാണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് കൂടെ ഞാൻ റെസ്പോൺസിബിളാണ്. അവർക്കൊന്നും പറ്റരുത്, പെഡസ്ട്രിയനൊന്നും പറ്റരുത്. ആ കെയറാണ് നമ്മുടെ ആ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഡോക്ടേഴ്സ് പ്രോപ്പറായിട്ടുള്ള പേഷ്യൻസിന് പ്രോപ്പറായിട്ട് കെയർ നടത്തണം, പ്രോപ്പറായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യണം. അതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നമ്മൾ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക സൊസൈറ്റിയിൽ എൻവയോൺമെൻറ്റ് ലീക്കേജ് ചെയ്യാതിരിക്കുക, ഈ വേസ്റ്റ് വലിച്ചെറിയുക, അതൊക്കെ ഇതിൽ പെടും. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 1 ലൈൻ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടോർട്ട് ഈസ് എ സിവിൽ റോങ് ആൻഡ് ഫോർ വിച്ച് റെമഡി ഈസ് കോമ്പൻസേഷൻ. ടോർട്ട് ഈസ് എ സിവിൽ റോങ് ഫോർ വിച്ച് റെമഡി ഈസ് കോമ്പൻസേഷൻ. അതാണ് ഇത് ഈസിയസ്റ്റ് സിംപ്ലസ്റ്റ് ഫോമിലാണ് ഇത് പറഞ്ഞത്. ടോർട്ട് ഈസ് എ സിവിൽ റോങ് ഫോർ വിച്ച് ദ റെമഡി ഈസ് കോമ്പൻസേഷൻ. ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്, അതിൻ്റെ റെമഡി കോമ്പൻസേഷൻ ആണ്. ഇനി ഇതാണ് ടോർട്ടിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഒരു റോങ് ചെയ്താലും അത് ക്രിമിനൽ അല്ലെങ്കിലും കോർട്ട് സൊല്യൂഷൻ ചെയ്യും. അതിൽ നിന്ന് നമുക്ക് റെമഡി കിട്ടും. ഒരു റോങ്, അതായത് നമ്മുടെ ഒരു ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ അതൊരു റോങ് ആണല്ലോ. നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ അതൊരു റോങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ക്രിമിനൽ ആയിട്ടുള്ളൊരു ഒഫൻസ് അല്ലെങ്കിലും അതിന് കോർട്ട് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിന്നാണ് നമുക്ക് റെമഡി കിട്ടുക. പിന്നെ ടോർട്ട് ലോ ഹെൽപ്പ് us ടു പ്രൊട്ടക്റ്റ് അവർ റൈറ്റ്സ് ആൻഡ് മേക്ക് പീപ്പിൾ അക്കൗണ്ടബിൾ. അതാണ് നമ്മുടെ ടോർട്ടിൻ്റെ ബേസിക് ഐഡിയ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് ടോർട്ടാണ്. അതായത് ഒരു ടോർട്ട് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകുക, അതായത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ സെനാരിയോയിലാണ് ടോർട്ട് കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. എസെൻഷ്യൽസ് ഓഫ് എ ടോർട്ട്, ഒരു ടോർട്ടിൻ്റെ എസെൻഷ്യൽസ്, ബേസിക് എസെൻഷ്യൽസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് റോങ്ഫുൾ ആക്റ്റ് ആണ്. ടോർട്ട് എന്ന് പറയുന്നത് അതിലൊരു ടോർട്ടിലൊരു റോങ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ട് ഉണ്ടാവും. ഇത് ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ആക്ട് ടോർട്ടിലുണ്ടാവും. അതിനെയാണല്ലോ ടോർട്ട് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കണ്ടുവല്ലോ. അതാണ് ടോർട്ട്. അപ്പോൾ റോങ്ഫുൾ ആക്റ്റാണ് ടോർട്ട്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്, അതാണ് റോങ്ഫുൾ ആക്റ്റാണ്. അതായത് ഒരു റോങ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ട് ടോർട്ടിലുണ്ടാവും. ഇപ്പോൾ അത് മേ ബി അത് ഇൻറ്റൻഷനൽ ആയിരിക്കും അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആയിരിക്കും. ഇൻറ്റൻഷനലി ഒരാൾക്ക് ഹാം വരുത്തണം, ഒരാളുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യണം എന്ന് വെച്ച് ചെയ്യണതായിരിക്കും. അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു, ഇപ്പോൾ ഡ്രൈവർ കെയർലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ആൾ റെസ്പോൺസിബിലിറ്റി കാണിക്കണതാണ്. പക്ഷെ അത് ആക്സിഡൻ്റൽ ആയിരിക്കും അല്ലെങ്കിൽ ഇൻറ്റൻഷനൽ ആയിരിക്കും. പക്ഷെ ലോ പ്രകാരം എന്താണ്, അത് കറക്റ്റല്ല, അത് ഇല്ലീഗൽ ആണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതാണ് നമ്മൾ നോക്കേണ്ടത്. ലോ പ്രകാരം അത് ഒരിക്കലും കറക്റ്റല്ല. അത് ഇൻറ്റൻഷനൽ ആയാലും
ഇൻറ്റൻഷണൽ ആയാലും ആക്സിഡൻ്റൽ ആയാലും അത് ലോ പ്രകാരം ഒരിക്കലും കറക്റ്റ് അല്ല. ഇനി നമുക്ക് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ എക്സാമ്പിൾ എന്ന് നോക്കാം. ഒരു പേഴ്സൺ എന്താ പറയുക, പേഴ്സൺ ഡ്രൈവ്സ് റാഷ്ലി, ഒരു പേഴ്സൺ റാഷായിട്ട് ഡ്രൈവ് ചെയ്യാണ്, അത് അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവണം, ഒബ്വിയസ്ലി ആക്സിഡൻറ്റ് ഉണ്ടാവണം, അതൊരു റോങ്ഫുൾ ആക്റ്റാണ്, ഇൻറ്റൻഷണൽ അല്ല. അപ്പോൾ ആൾ റാഷ്ലി ഡ്രൈവ് ചെയ്യാണ്, ആൾ കെയർലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാണ്. പക്ഷേ അതൊരിക്കലും ഒരാൾക്ക് ഡാമേജ് വരുത്തണമെന്നോ ഒരാൾക്ക് ഇഞ്ചുറി ഉണ്ടാക്കണമെന്നോ ഉള്ള ഇൻറ്റൻഷനിലായിരിക്കില്ല. ആൾ എന്തുകൊണ്ടോ നെഗ്ലിജൻറ്റ് എന്താ പറയുക റാഷായിട്ട് ഡ്രൈവ് ചെയ്തു, അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു റോങ്ഫുൾ ആക്റ്റാണ്. പക്ഷേ ആൾ ഇൻറ്റൻഷനലി അല്ല, പക്ഷേ അത് റോങ്ഫുൾ ആക്റ്റാണ്. അതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽസ് ഓഫ് ടോട്ടിലെ നെക്സ്റ്റ് പോയിൻ്റ് ലീഗൽ ഡാമേജ് ആണ്. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ലീഗൽ ഡാമേജ്. നമുക്ക് ഇഞ്ചുറി കിട്ടിയാൽ മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടു, ഇഞ്ചുറി കിട്ടിയാൽ മാത്രമല്ല നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ആയാലും അതൊരു ടോർട്ടാണ്. എന്താണ് ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യാലും ഇഞ്ചുറി കിട്ടിയാലും അതൊരു ടോർട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഒരാളുടെ വോട്ടിംഗ് റൈറ്റ് ഡിനൈ ചെയ്യുകയാണെങ്കിൽ, അതായത് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ തടയാണ്, പക്ഷേ അവിടെ എന്താ ഫിസിക്കൽ ഇഞ്ചുറി ഇല്ല, നമുക്ക് ഫിസിക്കലി ഒരു ഡാമേജും അവിടെ സംഭവിച്ചിട്ടില്ല, പക്ഷെ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്, നിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അവിടെ എന്താ അവിടെ ഒരാളുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ആയി. നമ്മൾ നേരത്തെ കണ്ടു ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യുക അതൊരു ടോർട്ടാണ്, അങ്ങനെ ടോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ വോട്ടിംഗ് റൈറ്റ് ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഇഞ്ചുറി ഇല്ലെങ്കിലും നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റായി. അപ്പോൾ അതിലൊരു ലീഗൽ മാക്സിമാണ് വരുന്നത്. ആ ലീഗൽ മാക്സിം എന്താണെന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻറ്റ് ലീഗൽ മാക്സിമാണ്. നമ്മൾ ടോർട്ട് നോക്കുമ്പോൾ ടോർട്ടിൽ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു മാക്സിമാണിത്. അതാണ് ഇഞ്ചൂറിയ സൈൻ ഡാംനം. ഇഞ്ചൂറിയ സൈൻ ഡാംനം എന്നുള്ള കോൺസെപ്റ്റാണ്. ഇങ്ങനെ വോട്ടൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചൂറിയ സൈൻ ഡാംനം, ഇഞ്ചുറി ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നതാണ് ഇഞ്ചൂറിയ സൈൻ ഡാംനം. ഇഞ്ചൂറിയ സൈൻ ഡാംനമാണ് ആ കോൺസെപ്റ്റ് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ലീഗൽ റെമഡിയാണ്. ഇത് ലാസ്റ്റ് പാർട്ടാണ്. നമുക്ക് എന്താ പറയുക എസെൻഷ്യൽസ് ആണല്ലോ നോക്കുന്നത്. അപ്പോൾ എസെൻഷ്യൽസിലെ മൂന്നാമത്തെ പോയിൻ്റാണ് ലീഗൽ റെമഡി. ഇതിൽ നമുക്ക് കോർട്ടിൽ പോയിട്ട് റെമഡി കിട്ടണം. അതായത് നമുക്കൊരു ലീഗൽ റൈറ്റ് വയലേറ്റ് ആയി, നമുക്കൊരു ഫിസിക്കൽ അല്ലാത്ത ഡാമേജ് ഉണ്ടായി, അപ്പോൾ നമുക്ക് കോർട്ടിൽ പോയിട്ട് നമുക്കുള്ള റെമഡി ആണല്ലോ അത്. നമുക്ക് നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റെമഡി എന്താണ്, കോർട്ടിൽ പോയിട്ട് ടോർട്ട് ഫയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കോർട്ടിൽ നിന്ന് അതിനുള്ള റെമഡി കിട്ടണം. അപ്പോൾ റെമഡി യൂഷ്വലി എന്തായിരിക്കും, നമ്മൾ ക്രൈമിൽ കണ്ടു, ക്രൈമിൽ എന്താ പണിഷ്മെൻ്റ് ആണ്, അതിൽ ഫൈൻ, ജയിൽ എക്സെട്ര അങ്ങനെയാണല്ലോ ക്രൈമിൽ വരുന്നത്. പക്ഷേ ടോട്ടൽ എന്താണ്, കോർട്ടിൽ നിന്ന് നമുക്ക് എന്താ കോമ്പൻസേഷനാണ് കിട്ടുക, കോമ്പൻസേഷനാണ് അവിടെ പറയാം, അതാണ് നമ്മുടെ റെമഡി. അപ്പോൾ റെമഡി യൂഷ്വലി എങ്ങനെയാണ്, ഡാമേജസ്, അതായത് പണമായിരിക്കും നമ്മുടെ ഡാമേജസിന് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ നെഗ്ലിജൻസ് കൊണ്ട്, ഒരു ഡോക്ടറിൻ്റെ അശ്രദ്ധ, ഒരു കെയർലെസ്നെസ് കൊണ്ട്, നെഗ്ലിജൻസ് കൊണ്ട് ഒരു പേഷ്യൻറ്റിന് ഹേർട്ടായി, അതായത് ഒരു ഡാമേജ് ഉണ്ടാവുകയാണ്. അപ്പോൾ കോർട്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയും. അതാണ് ഇവിടുത്തെ ലീഗൽ റെമഡി ആയിട്ട് വരുന്നത്. ഇനി എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടോട്ട് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക എസെൻഷ്യൽസ്. റോങ്ഫുൾ ആക്ട്, ലീഗൽ ഡാമേജ്, ലീഗൽ റെമഡി, ഇത് മൂന്നുമാണ് ഒരു ടോട്ടിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള തിങ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ടോട്ട് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽസ് ആണ് റോങ്ഫുൾ ആക്ട്, ലീഗൽ ഡാമേജ്, ലീഗൽ റെമഡി. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ടോട്ടാണ്. അതായത് പലതരത്തിലുള്ള ടോട്ട്സ് നമുക്കുണ്ട്. അതിൽ നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടു, എന്താണ്, നെഗ്ലിജൻസ് കണ്ടു, അതായത് അശ്രദ്ധ, നെഗ്ലിജൻസ് ആണ് അതിൽ ഫസ്റ്റായിട്ട് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോട്ടിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, നെഗ്ലിജൻസ്. നമുക്ക് കെയർ ഇരിക്കുന്നതിനാൽ കിട്ടുന്ന, അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് കെയർ കൊടുത്തില്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാരണം നമ്മൾ കെയർ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഡാമേജ്, അതായത് അങ്ങനെ വയലേറ്റ് ചെയ്യപ്പെടുന്നതാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു നേഴ്സും ഡോക്ടറും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ കെയർലെസ് ആയിട്ട് ഇഞ്ചെക്ഷൻ ചെയ്യുകയാണ്. അതായത് ഇഞ്ചെക്ഷൻ ഭയങ്കര കെയർലെസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് അതുമൂലം ഡാമേജ് ഉണ്ടാവുകയാണ്, അതൊരു നെഗ്ലിജൻസ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടു ഇറസ്പോൺസിബിളായിട്ട് നമുക്ക് എന്ത് ഹാമാണോ ഇറസ്പോൺസിബിളായിട്ട് എന്താ പറയുക കെയർലെസ് ആയിട്ട് ഉണ്ടാവുന്ന ഡാമേജസ്, അങ്ങനെ അവരുടെ അശ്രദ്ധ മൂലം നമുക്ക് ഉണ്ടാവുന്ന ഡാമേജ്, അതാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ ഡ്യൂട്ടിയാണത്. അങ്ങനെ അവരത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങനെ അശ്രദ്ധ മൂലം ഉണ്ടാവുന്നതാണ്, അങ്ങനെ വയലേറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്താ പറയുക നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ടോട്ടിലെ ഒരെണ്ണം, നെഗ്ലിജൻസ്. പിന്നെന്താ നെക്സ്റ്റ് നമ്മുടെ പോയിൻ്റ് ന്യൂയിസൻസ് ആണ്. ന്യൂയിസൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട്
നമുക്ക് നമ്മുടെ വീട്ടിൽ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതാണ് ന്യൂയിസെൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു നൈബർ ഡെയിലി നൈറ്റിൽ ലൗഡ് സ്പീക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുകയാണ്. നമുക്ക് ഭയങ്കര ലൗഡായിട്ട് ആൾ ലൗഡ് സ്പീക്കർ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ പീസ് അവിടെ കളയാണ്. അപ്പോൾ നമ്മുടെ ഒരു ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് എന്താ പറയുക, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 21 ഉണ്ട്, റൈറ്റ് ടു ഫ്രീ ലൈഫ്. അതായത് ഫ്രീ ലൈഫിനെ അതൊക്കെ ബാധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അതിന് നമുക്ക് ന്യൂയിസെൻസ് ആയിട്ട് കണക്കാക്കാം. അതായത് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെയാണ് ന്യൂയിസെൻസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് വരുന്നത്. എന്താ, അപ്പോൾ നമ്മൾ നെഗ്ലിജൻസ് കണ്ടു. നെഗ്ലിജൻസ് പ്രോപ്പർ കെയർ എടുക്കാത്തതുകൊണ്ട് ഉണ്ടാവണ ആ ഒരു റോങ്ഫുൾ ആക്റ്റാണ് നെഗ്ലിജൻസ്. ന്യൂയിസെൻസ് എന്താണ്, നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് പീസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുമ്പോൾ അവിടെയാണ് ന്യൂയിസെൻസ് ഉണ്ടാവുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്, ഡീഫമേഷൻ. ഡീഫമേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലായിടത്തും നമുക്ക് കോമൺലി കേൾക്കുന്നതാണ് ഡീഫമേഷൻ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ റെപ്യൂട്ടേഷൻ, നമ്മുടെ ഗുഡ് നെയിം ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയോ റിട്ടേൺ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, അതായത് ഫേക്കായിട്ട് ഇല്ലാത്തത് പറഞ്ഞ് സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഡീഫെയിം ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കുറച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, നമ്മുടെ റെപ്യൂട്ടേഷൻ കളയണം എന്നുള്ള ഇൻറ്റൻഷനിൽ ചെയ്യണ എന്ത് ആക്ടിനെയാണോ അതിനെയാണ് ഡീഫമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡീഫമേഷൻ 2 ടൈപ്സ് ആണ്, ലിബലും ഉണ്ട്, സ്ലാൻഡറും ഉണ്ട്. ലിബൽ എന്ന് പറയുമ്പോൾ റിട്ടേൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മളെക്കുറിച്ച് റിട്ടേൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ലിബൽ എന്ന് പറഞ്ഞ വേർഡിലാണ് അത് നമുക്ക് അറിയപ്പെടാം. ഇനി സ്ലാൻഡർ എന്താണ്, സ്ലാൻഡർ സ്പോക്കൺ ജസ്റ്റേഴ്സും സ്പോക്കൺ ആയിട്ടുള്ള, അതായത് വേറൊരാളുടെ അടുത്ത് പോയി പറയുകയാണ് നമ്മുടെ റെപ്യൂട്ടേഷൻ കളയണം എന്നുള്ള ഇൻറ്റൻഷനിൽ വേറൊരാളുടെ അടുത്ത് പോയിട്ട് ഇല്ലാത്ത ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിന് നമുക്ക് സ്ലാൻഡർ എന്ന് വിളിക്കാം. ലിബൽ എന്താണ്, ലിബൽ റിട്ടേൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, സ്ലാൻഡർ സ്പോക്കൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അതാണിപ്പോൾ എക്സാമ്പിൾ എന്താ, സോഷ്യൽ മീഡിയയിൽ ഫോൾസ് അക്യൂസേഷൻ, അത് ലിബലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താണ്, നമ്മളെക്കുറിച്ച് ഇല്ലാത്ത ഒരു കാര്യം പബ്ലിഷ് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ എന്താ, കുറേ ഓഡിയൻസിന്, കുറേ വ്യൂവേഴ്സിന് അത് എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുവഴി എന്താ, നമുക്ക് ഡീഫമേഷനാണ് നമ്മളെ എഫക്റ്റ് ചെയ്യണത്. അതായത് എൻ്റെ റെപ്യൂട്ടേഷൻ അവിടെ പോയി കുറേ ആൾക്കാർ അത് അറിയാണ്. അപ്പോൾ എനിക്ക് ഡീഫമേഷന് ഒരു ടോട്ട് ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഡീഫമേഷൻ. ഇനി നമുക്ക് 4th പോയിൻ്റ് എന്താണ്, ട്രെസ്പാസ്. അതായത് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട്, ട്രെസ്പാസ് നമുക്കറിയാലോ, നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മുടെ ലാൻഡിലേക്ക് ഒരാൾ കടക്കുമ്പോൾ, അതായത് വിത്തൗട്ട് പെർമിഷൻ നമ്മുടെ ലാൻഡിലേക്ക് കടക്കണതാണ് എന്താണ്, ട്രെസ്പാസ്. ഈ നൈബർ ബൗണ്ടറി ക്രോസ് ചെയ്ത് നടക്കുകയാണ്, അതാണ് എൻ്റെ എക്സാമ്പിൾ ട്രെസ്പാസ്. ഇപ്പോൾ എൻ്റെ അനുവാദം അല്ലാണ്ട് എൻ്റെ നൈബർ എൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ട്രെസ്പാസിങ്, അതായത് കടക്കൽ, അങ്ങനെ കടന്നു കഴിഞ്ഞ് അത് നമുക്ക് ട്രെസ്പാസ് എന്ന് വിളിക്കാം. ഇനി 5th പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അസോൾട്ട് ആൻഡ് ബാറ്ററി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, അസോൾട്ട് ആൻഡ് ബാറ്ററി. അസോൾട്ട് എന്ന് പറയുന്നത് ത്രെറ്റ് ടു അറ്റംപ്റ്റ് ടു കോസ് ഹാം, അതായത് ഞാൻ നിന്ന് തല്ലും, അതായത് ഒരാൾ വേറൊരാളെ തല്ലും എന്നുള്ള ഭീഷണി, ആ ഒരു ത്രെട്ടിനെയാണ് അസോൾട്ട് എന്ന് വിളിക്കുന്നത്. അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറിപ്പോരുത്, അസോൾട്ടും ബാറ്ററി മാറിപ്പോരുത്. ത്രെറ്റ് ടു അറ്റംപ്റ്റ് ടു കോസ് ഹാം, എൻ്റെ തല്ലും എന്ന് പറഞ്ഞിട്ട് ഞാൻ ത്രെറ്റ് ചെയ്യണ ആ ഒരു ത്രെട്ടിനെയാണ് അസോൾട്ട് എന്ന് വിളിക്കുന്നത്. തല്ലിയിട്ടുണ്ടാവില്ല, പക്ഷേ ജസ്റ്റ് ത്രെട്ടാണത്, ഒരു ത്രെട്ടിനെയാണ് അസോൾട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ബാറ്ററി എന്താണ്, ബാറ്ററി ഫിസിക്കൽ ടച്ച് ഓർ ഹാം, അതായത് ബാറ്ററി ആണെങ്കിൽ അവിടെ തല്ലിക്കഴിഞ്ഞിട്ട് ഹാം വരുത്തി, മറ്റേത് എന്താണ്, അസോൾട്ട് നമ്മൾ ത്രെറ്റ് ചെയ്യുള്ളൂ, ഭീഷണിപ്പെടുത്തുകയുള്ളൂ, തല്ലും എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയുള്ളൂ, പക്ഷേ അവിടെ ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിട്ടില്ല. പക്ഷേ ബാറ്ററിയിൽ ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, അതാണ് ബാറ്ററി. അസോൾട്ട് എന്താണ്, ബാറ്ററി എന്താണ്, ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ലേ. ഇനി എൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു പേഴ്സൺ അടിക്കും എന്ന് പറയുകയാണ്, അത് അസോൾട്ട്, അവിടെ അടിച്ചു കഴിഞ്ഞാൽ എന്താ, ബാറ്ററി. ഇനി ഈ ടൈപ്സ് എല്ലാം കോർട്ടിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഇതെല്ലാം കോർട്ടിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും.